വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് CPM-ന് വലിയ ഭരണവിരുദ്ധ വികാരം നേരിടേണ്ടി വരുന്നു. ഇത് പ്രകടമാവുന്നത് വടക്കൻ ജില്ലകളിലാണ്. തെക്കൻ ജില്ലകളിലും ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ CPM-നെ വിഷമവൃത്തത്തിലാക്കുന്നത് കേരളത്തിലെ വടക്കൻ ജില്ലകളാണ്. ഒരുപക്ഷെ CPM-ന്റെ കോട്ടകളായ കണ്ണൂർ അതുപോലുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ വടക്കൻ ജില്ലകളിലാണെങ്കിൽ പോലും CPM-ന് വലിയ തോതിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തോതിൽ സീറ്റുകൾ നഷ്ടപ്പെടാൻ പോകുന്നത് വടക്കൻ ജില്ലകളിലാണ്. വടക്കൻ ജില്ലകളിൽ നഷ്ടപ്പെട്ട അത്ര സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ കഴിയില്ലെങ്കിലും പരമാവധി തെക്ക് സീറ്റ് പിടിച്ച് നിലനിർത്തി എങ്ങനെയെങ്കിലും ഭരണത്തിൽ തുടരാൻ കഴിയുമോ എന്ന ശ്രമത്തിലാണ് CPM നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 2 തവണയായി ഉണ്ടായിരുന്ന ഭരണത്തോട് സ്വാഭാവികമായും ജനങ്ങൾക്കുള്ളൊരു ഭരണവിരുദ്ധ വികാരമാണ്. പിണറായി വിജയനോടുള്ള ഒരു അതൃപ്തി വ്യാപകമായിട്ട് പ്രകടമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന ഡാറ്റ ചോർച്ച ഉൾപ്പെടെ, അതായത് 77 ലക്ഷം ജീവനക്കാരുടെ, സർക്കാർ ജീവനക്കാരുടെ, റിട്ടയർ ചെയ്ത പെൻഷൻകാരുടെ, അതുപോലെ തന്നെ സർക്കാരിന്റെ വിവിധ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ, അതിൽ പെൻഷൻകാർ, ക്ഷേമ പെൻഷൻകാരൊക്കെ ഉൾപ്പെടെയുള്ള 77 ലക്ഷം പേരുടെ ഡാറ്റയാണ് ഇപ്പോൾ ചോർത്തിയിരിക്കുന്നത്. അത് CPM രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ സർക്കാരിന്റെ പേരിൽ, മുഖ്യമന്ത്രിയുടെ പേരിൽ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുകയായിരുന്നു എന്നതിന്റെ പേരിൽ പലരും ഇപ്പോൾ കോടതിയിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ശബരിമല വിഷയം, അതേപോലെ തന്നെ ആശുപത്രികളിലെ ആളുകളുടെ, രോഗികളുടെ ജീവൻ നേരിടുന്ന ഭീഷണി, പ്രത്യേകിച്ച് ചികിത്സയിലുള്ള പാളിച്ചകൾ, അതൊക്കെ തന്നെ സർക്കാരിനെതിരായിട്ടുള്ള വികാരമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നു. പക്ഷെ ഇതിനേക്കാൾ ഏറെ വടക്കൻ ജില്ലകളിൽ CPM-നെ ഭയപ്പെടുത്തുന്നത് ന്യൂനപക്ഷത്തിന്റെ കേന്ദ്രീകരണമാണ്. കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ നല്ലൊരു വിഭാഗം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും CPM-ന്റെ കൂടെ നിന്നിരുന്നു. അവർ സ്വതന്ത്രന്മാരെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ പലയിടത്തും മുസ്ലിം വിഭാഗങ്ങൾ സംഘടിതമായിട്ട് CPM-ന് വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലപ്പുറം ജില്ലയിൽ, അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലപ്പുറത്ത് CPM വ്യാപകമായ തോതിൽ അവർക്ക് പ്രവർത്തനമുണ്ടായി, അവർക്ക് സ്വാധീനമുണ്ടായി. ഒരു ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കാൻ ഒരു സ്വതന്ത്രനെ, KT ജലീലിനെ പിന്തുണച്ച് കുറ്റിപ്പുറത്ത് CPM അവരെ മലർത്തിയടിച്ചു. അതിന് തൊട്ടു മുമ്പ് അവർക്ക് മഞ്ചേരി ലോക്സഭാ സീറ്റ് നേടാൻ കഴിഞ്ഞു. അങ്ങനെ വലിയ ഒരു മുന്നേറ്റമാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയത്. പക്ഷെ അതിനെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ UDF വടക്കൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയിലെ വടക്കൻ പ്രദേശങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. അത് ഹോസ്ദുർഗ് ആണെങ്കിലും, ഉദുമയാണെങ്കിലും, തൃക്കരിപ്പൂരാണെങ്കിലും. ഇപ്പോൾ ഈ 3 സീറ്റിൽ തന്നെ ഒരു സീറ്റ് നഷ്ടപ്പെടും എന്ന രീതിയിലേക്ക്, ഹോസ്ദുർഗിലെ സീറ്റ് നഷ്ടപ്പെടും, CPI-യുടെ സീറ്റ് നഷ്ടപ്പെടുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കണ്ണൂർ, എന്നും CPM-ന്റെ കോട്ടയായിരുന്നു കണ്ണൂർ. ഇപ്പോൾ തലശ്ശേരി പോലും CPM ഭയത്തോടു കൂടിയാണ് തലശ്ശേരി മണ്ഡലത്തെ പോലും നോക്കുന്നത്. കാരണം മുസ്ലിം കേന്ദ്രീകരണം ഏറ്റവും ശക്തമായിട്ടുള്ളൊരു സ്ഥലമാണ് തലശ്ശേരി. അവിടെ ഹിന്ദു വിഭാഗങ്ങളിലെ വോട്ട് നല്ലൊരു ശതമാനം BJP CPM-ൽ നിന്ന് അടിച്ചു മാറ്റും. അതോടൊപ്പം തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, നേരത്തെ സ്പീക്കർ ഷംസീറിനെയൊക്കെ പിന്തുണച്ചിരുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾ പലരും ഇപ്പോൾ UDF-ന്റെ പാളയത്തിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ 10,000, 20,000, 30,000, 35,000-ത്തിനൊക്കെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പല പ്രദേശങ്ങളും, പല മണ്ഡലങ്ങളും അവർക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലാണ് CPM, പ്രത്യേകിച്ച് തലശ്ശേരി. അതേസമയത്ത് അവർക്ക് അവരുടെ മറ്റ് കോട്ടകളും നഷ്ടപ്പെടും. ഒരു സീറ്റ് പോലും അവർക്ക് UDF-ൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു, കുറച്ച് മാത്രം പ്രതീക്ഷ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു കണ്ണൂർ. കാരണം അവർക്ക് ഒരു അഴീക്കോടോ ഒരു കണ്ണൂര്, അവിടെ തന്നെ പലപ്പോഴൊക്കെ ജയിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇരിക്കൂറും പേരാവൂരും ഒക്കെ മാത്രമേ അവരുടെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കണ്ണൂർ ജില്ലയിൽ പോലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്കാണ്. വയനാട് ജില്ലയിലെ 3 സീറ്റും ORക്കുള്ള സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്ന് CPM-ന് സംശയമാണ്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ CPM-ന്റെ കോട്ട കൊത്തളങ്ങളൊക്കെ ഇളകുകയാണ്. ഏതാണ്ട് എലത്തൂരും പേരാമ്പ്രയും അതേപോലുള്ള കോഴിക്കോട് നോർത്ത് അവർക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് മണ്ഡലങ്ങൾ മാത്രമാണ് ഇപ്പോൾ CPM-ന് ബാലുശ്ശേരി, എലത്തൂർ, പേരാമ്പ്ര, ഈ മണ്ഡലങ്ങൾ മാത്രമാണ് CPM-ന് ഏതാണ്ട് ഉറപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്നത്. ഈ ബേപ്പൂരിൽ പോലും വലിയ ഭൂരിപക്ഷമുണ്ടായിരുന്ന ബേപ്പൂരിൽ പോലും CPM-നെ വിരട്ടാൻ
അൻവറിന് കഴിയുന്നുണ്ട്. അൻവർ ഇപ്പോൾ തന്നെ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തനം നടത്തി കഴിഞ്ഞു. കോഴിക്കോട് സൗത്ത് CPM-ന്റെ ഘടകകക്ഷിയായ INL സീറ്റാണ്. അവിടെ അവർ ഏതാണ്ട് പരാജയപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വടകര കഴിഞ്ഞ തവണ തന്നെ നഷ്ടപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ നേരിയ വോട്ടിന് ജയിച്ച കുറ്റ്യാടി അവിടെ അവർ പരാജയപ്പെടുന്ന ഉറപ്പാണ്. നാദാപുരത്തും അവർക്ക് പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. തിരുവമ്പാടി സീറ്റ് ഏതാണ്ട് അവരുടെ കൈകളിൽ നിന്ന് പോകുമെന്ന സ്ഥിതിയിലെത്തിയിരിക്കുന്നു. ഇങ്ങനെ കുന്നമംഗലവും ചിലപ്പോൾ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ ഈ രീതിയിലുള്ളൊരു വളരെ ശക്തമായ പോരാട്ടമാണ് CPM-ന് വടക്കൻ ജില്ലകളിലേക്ക് നേരിടേണ്ടി വരുന്നത്. അതേപോലെ തന്നെയാണ് മലപ്പുറത്ത് ഏതാണ്ട് ഒരു ക്ലീൻ സ്വീപ്പിലേക്കാണ് UDF പോകുന്നത്. പക്ഷെ ഇപ്പോഴും അവർ പൊന്നാനിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. അതേപോലെ തന്നെ തവനൂരിലും CPM പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷെ തവനൂരിൽ അവർ പെരിന്തൽമണ്ണ പിടിക്കാൻ വേണ്ടി KT ജലീലിനെ പെരിന്തൽമണ്ണയിലേക്ക് വിടുകയാണ്. പകരം തവനൂരിൽ SFI നേതാവ് VP സാനുവിനെ തവനൂരിൽ നിർത്താനാണ് പദ്ധതി. അവരിപ്പോഴും താനൂരിൽ മന്ത്രി അബ്ദുറഹ്മാൻ താനൂരിൽ ഇപ്പോഴും ജയിച്ചു കയറാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവരുടെയൊക്കെ പ്രതീക്ഷകളെ കവച്ചു വെക്കുന്ന രീതിയിൽ ഏതാണ്ട് 16-ൽ 15 സീറ്റും UDF നേടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേപോലെ തന്നെയാണ് പാലക്കാട് ജില്ലയിലും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ അവിടെയൊക്കെ ഒറ്റപ്പാലത്ത് CPM ഏതാണ്ട് പരാജയപ്പെടും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് പട്ടാമ്പി. കഴിഞ്ഞ തവണ CPI സ്ഥാനാർത്ഥി ജയിച്ച സ്ഥലമാണ്. ഇത്തവണയും പട്ടാമ്പി ജയിക്കാൻ പോകുന്നില്ല. അവർക്ക് ഷൊർണൂരിലൊന്നും തന്നെ വലിയ പ്രതീക്ഷയില്ല. പക്ഷെ കോങ്ങാടും അവർ ഭീഷണി നേരിടുകയാണ്. അതേപോലെ തന്നെ നെന്മാറയിലൊന്നും ഒരുപക്ഷെ CPM-ന് ഭീഷണി ഉണ്ടാവില്ല. അതേപോലെ തന്നെ ചിറ്റൂരിൽ ഒരുപക്ഷെ കൃഷ്ണൻകുട്ടി ജയിച്ചേക്കാം. പക്ഷെ മറ്റു പല മണ്ഡലങ്ങളും ഇളകിയിരിക്കുകയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അവരുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു നഷ്ടം നികത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇതേപോലൊരു നഷ്ടം തെക്കൻ ജില്ലകളിൽ വരാൻ പാടില്ല എന്നൊരു ശ്രമമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. അങ്ങനെ വന്നാൽ തങ്ങൾക്ക് കഷ്ടിച്ച് അധികാരം നിലനിർത്താം എന്നൊരു പ്രതീക്ഷയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷെ അത് എത്രത്തോളം നടക്കും എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയെ പോലുള്ള തിരുവനന്തപുരം പോലെ MLA-മാരുടെയൊക്കെ പ്രകടനങ്ങൾ മികച്ച പ്രകടനമായിരുന്ന സ്ഥലങ്ങളിൽ പോലും അവരിപ്പോൾ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആറ്റിങ്ങലിൽ ഇപ്പോഴും CPM ശക്തമായ ഭീഷണി നേരിടുന്നു. തിരുവനന്തപുരം നഗരമണ്ഡലങ്ങൾ ഏതാണ്ട് CPM എഴുതിത്തള്ളിയതാണ്. കാരണം കഴക്കൂട്ടത്ത് നേമത്തും BJP വളരെ ശക്തമായ പ്രകടനമാണ് നടത്തുന്നത്. വട്ടിയൂർക്കാവും തിരുവനന്തപുരം UDF-ന്റെ മികച്ച പ്രകടനമായിരിക്കും കാണാൻ പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് CPM-ന് ഏതാണ്ട് അരുവിക്കരയും കാട്ടാക്കടയും അതേപോലുള്ള വാമനപുരവും നെടുമങ്ങാടും ഈ മേഖലയിൽ LDF-ന് ഈ 3-4-5 സീറ്റുകളിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. CPM-ന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിരുന്ന CPM ജില്ലാ സെക്രട്ടറി സീറ്റായ വർക്കല പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന സ്ഥിതിയിലേക്കാണ്. ചിറയൻകീഴും അവർക്കിപ്പോൾ ഇളകിയിരിക്കുകയാണ്. പിന്നീട് പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ സീറ്റ് നിലനിർത്താനുള്ള ശ്രമത്തിലാണ് CPM ഇപ്പോൾ LDF ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൊല്ലത്ത് നഗരത്തിൽ അവർക്കെതിരെ ശക്തമായ വികാരമുണ്ട്. കരുനാഗപ്പള്ളി സീറ്റ് നേരത്തെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടതാണ്. അതേപോലെ തന്നെ PC വിശ്വനാഥിന്റെ സീറ്റും അവർക്ക് ഇനി തിരിച്ചു പിടിക്കാൻ കഴിയില്ല. കൊട്ടാരക്കരയിൽ ഏതാണ്ട് സീറ്റ് നഷ്ടപ്പെടുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് തെക്കൻ ജില്ലകളിലും CPM-ന് നഷ്ടം സംഭവിക്കുമോ എന്ന ഭയമാണ് അവർക്കുള്ളത്. പക്ഷെ എങ്ങനെയെങ്കിലും തെക്കൻ ജില്ലകളിൽ ഒരു തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ ഹിന്ദു വോട്ട് സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് CPM ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് തിരിച്ചടിയായിട്ടാണ് SFI പെട്ടെന്ന് എടുത്തു ചാടി SFI ഒരു ബീഫ് ഫെസ്റ്റിവൽ നടത്താൻ പോയത്. പല ഇടത്തും UDF-നെതിരായ ഒരു ഹിന്ദുക്കളുടെ വികാരം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ BJP-യിലെ തന്നെ പലരും LDF-ന് വോട്ട് ചെയ്യാൻ, അതായത് BJP-ക്ക് ശക്തമായ മത്സരം കാഴ്ചവെക്കാത്ത സ്ഥലങ്ങൾ. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം 30-35 മണ്ഡലങ്ങളിലാണ് BJP അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമായിരിക്കും എന്നൊരു പ്രചരണം CPM അഴിച്ചുവിട്ടിരുന്നു. അതിലൊക്കെ തന്നെ പലരും ആകൃഷ്ടരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ BJP-ക്ക് കിട്ടാവുന്ന വോട്ടുകളൊക്കെ തന്നെ BJP ശക്തി കേന്ദ്രങ്ങളല്ലാത്ത സ്ഥലങ്ങളിൽ LDF-ന് കിട്ടുമായിരുന്ന ഒരു സ്ഥിതിവിശേഷം ഉയർന്നു വന്നിരുന്നു. അതാണ് വളരെ പെട്ടെന്ന് തന്നെ SFI-ക്കാരുടെ പ്രകോപനപരമായ നടപടിയിലൂടെ, അതായത് പെട്ടെന്ന് തന്നെ ഒരു ബീഫ് ഫെസ്റ്റിവൽ നടത്തി ഹിന്ദുക്കളെ മുഴുവൻ അവർ അപ്പുറത്തേക്ക് ആക്കുക, അല്ലെങ്കിൽ ഹിന്ദു വികാരമുള്ള ആളുകളെ, ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകളെ മുഴുവൻ അപ്പുറത്തേക്ക് മാറ്റുന്ന ഒരു നിലപാടാണ് SFI-യുടെ ഭാഗത്തുണ്ടായത്. ഉടൻ തന്നെ പാർട്ടി നേതൃത്വം ഇടപെട്ട് അത് പ്രചരിപ്പിക്കരുത് എന്ന് നിർദ്ദേശിച്ചെങ്കിലും വളരെ സമർത്ഥമായിട്ട് ആ സമയത്ത് UDF ഇടപെടുകയും MSF വളരെ പക്വമായ ഒരു നിലപാട്, അവസരോചിതമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ മൊത്തത്തിൽ അത് CPM-ന് തിരിച്ചടി ആവുകയാണ് ചെയ്തത്. ഒരുപക്ഷെ
വടക്കൻ ജില്ലകളിൽ ന്യൂനപക്ഷ കേന്ദ്രീകരണം കൊണ്ടുണ്ടാകുന്ന നഷ്ടം തെക്കൻ ജില്ലകളിലെ ഹിന്ദു വോട്ട് സമാഹരിക്കുന്നതിലൂടെ CPM-ന് നേരിടാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് അവർക്ക് കഴിയുമോ എന്ന സംശയം ഉയരുകയാണ്. അതോടൊപ്പം തന്നെ ശബരിമലയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ശബരിമല തന്ത്രിയെ കേസിൽ പെടുത്തുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഭരണപരമായ ചുമതല അവിടെയില്ല. അദ്ദേഹം ആചാരങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ആളാണ്. അങ്ങനെ ആചാരങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ആളെ തന്ത്രിയെ എന്തിനാണ് കേസിൽപ്പെടുത്തിയത് എന്ന ചോദ്യം കോടതി വരെ ചോദിച്ചിരിക്കുന്ന സമയത്താണ് CPM പ്രതിക്കൂട്ടിലാവുന്നത്. ഇത് സ്വാഭാവികമായും പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലൊക്കെ തന്നെ CPM-ന് ഒരു തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് കാര്യങ്ങൾ വ്യക്തമാവൂ. വടക്കൻ ജില്ലകളിൽ ഏതാണ്ട് CPM എഴുതിത്തള്ളേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ CPM-ന് എങ്ങനെയെങ്കിലും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് അവരിപ്പോൾ നടത്തുന്നത്.